ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയി യാതൊരു ബന്ധവുമില്ലാത്ത സാങ്കല്പിക സിനിമ. സാർ, പരാതിയുണ്ട്. എന്ത് പരാതി? എന്റെ ഭർത്താവിനെ കാണാനില്ല. സാർ അകത്തോട്ട് കൊടുക്കും. സർ, എൻ്റെ ഭർത്താവ് വേണുവിനെ കഴിഞ്ഞ 2 ദിവസമായി കാണാനില്ല. നക്കിത്തറയിലുള്ള കശുവണ്ടി ഫാക്ടറിയിലെ വറുപ്പ് ജോലിക്കാരനാണ്. കമ്പനിയിൽ ജോലി കൂടുതലുള്ള ദിവസങ്ങളിൽ അദ്ദേഹം വീട്ടിൽ വരാറില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഞാനിന്ന് ഫാക്ടറിയിൽ അന്വേഷിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി എന്ന് സൂപ്പർവൈസർ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോ 2 ദിവസമായി കാണാനില്ല അല്ലേ? ഇദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള മറ്റെന്തെങ്കിലും രേഖകളുണ്ടോ? വേറെന്തെങ്കിലും? ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എത്രയാ? 944 666 3365. ഓക്കെ, നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഇതിനകത്തല്ലേ? The subscriber is currently switched off. Please try after some time. इस समय ഞാൻ വിളിച്ചപ്പോഴും അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്. സൗകര്യ സമാനമായിട്ട് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ അന്വേഷിക്കാം. സുഭാഷേ, റെഡി ആയിരുന്നോ? ഇല്ല സാർ. പകരം വിടാന്ന് പറഞ്ഞ വണ്ടി വന്നില്ല അല്ലേ? ഇല്ല. തനിക്ക് നക്കിത്തറയിലുള്ള അണ്ടി ഓഫീസ് അറിഞ്ഞൂടെ? സാർ. താനെ ബൈക്ക് ഇറങ്ങി, നമുക്ക് അവിടെ ഒന്ന് പോകണം. ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്. ശരി സാർ. സാറേ, എനിക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോകണത്. ജോലി സാർ വരും. ഓക്കെ. എന്താ സാർ? നിങ്ങൾ ആരാ? ഞാൻ കമ്പനിയിൽ സൂപ്പർവൈസർ. ഓക്കെ. ഇവിടെ വേണു എന്ന് പറഞ്ഞാൽ ജോലിക്കില്ലായിരുന്നോ? ഉണ്ടാകുന്നത്. അയാൾ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നത്. താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? അയാളെ ഭാര്യ ഇന്ന് രാവിലെ തിരക്കി വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾ വീട്ടിൽ ഇന്നലെ ചെന്നിട്ടില്ല എന്നുള്ളത്. അവർ 4 പേരോട് ഒത്താണ് ഇന്നലെ വൈകുന്നേരത്തോട് പണി കഴിഞ്ഞ് പോയത്. ബാക്കി എനിക്കൊന്നും അറിയത്തില്ല. ഓക്കെ. അവരെവിടെ? ഒരേ വർപ്പ് വിഷയങ്ങളുണ്ട് സാറേ.
സാർ ഇവരെല്ലാം കൂടെ ഇവിടെ ജോലി കഴിഞ്ഞ് പോയത്. വേണു ഈ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. വേണു ഇന്നലെ ജോലി കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങളുടെ അടുത്തുനിന്ന് പോയത്? ജോലി കഴിഞ്ഞ് അപ്പൊ തന്നെ പോയി സാർ. ഞങ്ങള് നക്കിത്തറ ജംഗ്ഷനിൽ നിന്ന് ചായ കുടിച്ച് അപ്പോഴേ പിരിഞ്ഞായിരുന്നു സാർ. ഇന്ന് രാവിലെ ജോലിക്ക് വരാത്തപ്പോ ഞങ്ങളാണ് സാർ സൂപ്പർവൈസർ വിളിച്ചു പറഞ്ഞത്. അവൻ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ രാവിലെ പോയി വിളിക്കണം സാർ. അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇവര് മൂന്നുപേരും ഇവിടെ സ്റ്റേ ആണ്. ഇവർ മൂന്നുപേരും ഇവിടെ സ്റ്റേ ആണ്. വൈകുന്നേരം ജോലി ചെയ്യുമ്പോൾ വേണം വീട്ടിൽ പോകും. അപ്പം അധികം ജോലി വല്ലതും ഉണ്ടെങ്കിൽ വേണം ഇവിടെ താമസിക്കും. സാർ, ഇത് നാവായിക്കുളം സ്റ്റേഷനിൽ നിന്നും ഇൻചാർജ് ASI അഖിലേഷാണ്. മിസ്സിംഗ് കേസിലുള്ള ആളുടെ മൊബൈൽ വരെ ഞാൻ സാറിന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ അവസാനമായി ആരെയാണ്, എവിടെ നിന്നാണ്, എപ്പോഴാണ് വിളിച്ചതെന്നുള്ള കൃത്യമായ രേഖകൾ എത്രയും വേഗം ഒന്ന് അറിയിക്കണേ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇന്നലെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പിടിച്ച പയ്യെ കച്ചവടം ഫൈൻ അടച്ചിട്ടുണ്ട്. വണ്ടി കൊടുത്ത സാർ. ഹലോ ഹലോ, ഇത് സൈബർ സെല്ലിൽ നിന്നാണ്. ആ മൊബൈൽ നമ്പർ ഇന്നലെ രാത്രി 9:17 നക്കിത്തറ എന്ന സ്ഥലത്ത് വെച്ചാണ് ഓഫ് ആയിരിക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ സാറിന്റെ മൊബൈലിൽ വാട്സപ്പും മെയിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനമായി വിളിച്ചിരിക്കുന്നത് 9446346414 എന്ന നമ്പറിലാണ്. വൈകുന്നേരം 6:15 വിളിച്ചിട്ട് 2 മിനിറ്റും 12 സെക്കൻഡും ചാത്തമ്പാറ ലൊക്കേഷനിൽ നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് മുഴുവനായി ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സുഭാഷേ, ജോയിയും സുഭാഷും കൂടെ റെഡിയാകും. ഓക്കെ. ജോയ് ബൈക്ക് എടുക്കും. കാർ വന്നിട്ടുണ്ട് സാർ. ശരി, വാ. സാർ എന്താ സാർ? സുമേഷേ, പോലീസ് വന്ന് എന്റെ ഫോൺ എടുത്തോണ്ട് പോയി. ഇത് എനിക്കില്ലാടാ. ഇവിടെ എന്റെ ഫോൺ എടുത്തോണ്ട് പോയെന്ന് പോലീസ് വന്നിട്ട്. സാറേ, ആ മിസ്സിംഗ് കേസിലെ സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് നക്കിത്തറയിലുള്ള അണ്ടി ഓഫീസിലെ ഒരു മുറിയിലാണ്. എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത 3 പേര് ഇവിടെ ഉണ്ട്. അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും അറിയാൻ കഴിയത്തുള്ളൂ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ താൻ ചെയ്തോളൂ. താങ്ക് യു സാർ. ഇവരെ 3 സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ തന്നെ ഞാൻ വിളിപ്പിക്കും. പണി കഴിഞ്ഞിട്ട് എക്കാലം അഡ്ജസ്റ്റ് ചെയ്തോ, ഉടനെ വിട്ടേക്കാം. ഇവരെ 3 വണ്ടിക്ക്. എന്തിനാ സാറേ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഒറ്റയ്ക്കല്ലല്ലേ, 3 പേരില്ലേ? നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കണ്ടേ? വേണം സാർ, ഞങ്ങൾ വരാം.
എന്താ നിന്റെ പേര്? വേണു ഇന്നലെ എപ്പോഴാണ് നിങ്ങളുടെ അടുത്തുനിന്ന് പോയത്? ജോലി കഴിഞ്ഞ് ഒരു 4 മണിയായിട്ടുണ്ടാവും. ഞങ്ങള് ഒന്നിച്ചിറങ്ങിയത്. പോയതിനു ശേഷം വേണു നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. നിന്നെ വിളിച്ചിട്ടേ ഇല്ല? ഇല്ല, വിളിച്ചിട്ടില്ല. നീ വിമലല്ലേ? അതെ സർ. വേണു നിങ്ങളുടെ അടുത്തുനിന്ന് പോയതിനു ശേഷം നിന്നെ വിളിച്ചിരുന്ന? ഇല്ല, വിളിച്ചില്ല. ബോസ് പറഞ്ഞല്ലേ നിന്നെ വിളിച്ചു? ഇല്ല സാർ, എന്നെ വിളിച്ചിട്ടില്ല. സുമേഷേ, വേണു ഇന്നലെ ചാത്തമ്പ്ര വീറയിൽ നിന്നും വിളിച്ചപ്പോ നീ എന്താ അവരോട് പറഞ്ഞത്? സാറേ, അതിന് വേണു എന്നെ അല്ലല്ലോ വിളിച്ചത്, വിമലിനെ അല്ലേ? വിമല് പറഞ്ഞത് സുമേഷാണ് വേണുവിനോട് സംസാരിച്ചതെന്നാണ്. എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാർ. ഇല്ല സാർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നീ അവനോട് എത്ര കുപ്പി ബിയർ എടുക്കാനാണ് പറഞ്ഞത്? ഇല്ല സാർ, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നീയാണ് ബിയർ എടുക്കാൻ പറഞ്ഞത്, അവന്മാര് പറഞ്ഞല്ലോ. സത്യം പറടാ, വേണു? ഇല്ല, എനിക്കറിയില്ല സാർ. സത്യം പറടാ, വേണുണ്ട്? അറിയില്ല. സത്യം പറടാ. സാർ, ഫോറൻസിക്കാർ വന്നിട്ടുണ്ട്. പരസ്പരം ഇൻട്രസ്റ്റ് മേക്കേജ്. ഇതൊക്കെ ആരുടെ ആണോ? ഇതൊക്കെ ഞങ്ങളുടെ വേലട്ടർ ഫണ്ട് സാർ. ഇതിലേതാ വേണുവിൻ്റെത്? വേണുവിൻ്റെ ഇതൊക്കെ വേണുവിൻ്റെ ആണ് സാർ. സാർ ഇത് നോക്കും. ഈ ചൂള എപ്പോഴാ കത്തിക്കുന്നത്? ഒരു വെളുപ്പിന് ഒരു 4-4:30 മണിക്ക് കത്തിക്കും. എപ്പോൾ അടയ്ക്കും? ഉച്ചയ്ക്ക് ഒരു 12 മണിക്കകത്ത് നക്കും. ഹലോ സാറേ, ഫോറൻസിക്കിൽ നിന്നാണ്. മിസ്സിംഗ് കേസിലെ ആളുടെ അടിവസ്ത്ര പരിശോധനയിൽ 18 മണിക്കൂർ മുമ്പാണ് തുണിയിൽ യൂറിൻ വീണിരിക്കുന്നത്. ചാരത്തിൽ നിന്നുള്ള ഇനാമൽ പരിശോധന റിപ്പോർട്ട് ഫലം നാളെ വൈകിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അയച്ചുതരാം. അത് മെയിൽ ചെയ്തേക്കാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ.
ഫോറൻസിക് റിപ്പോർട്ടാണ് സാറിന് വിളിക്കുന്നത്. ഹലോ. ഹലോ സാർ, ഡോസ് കോഡ് അംഗം പ്രദീപാണ്. മാൻ മിസ്സിംഗ് കേസിലെ അന്വേഷണത്തിൽ ആ ഫാക്ടറിയിലെ വിശ്വമുറിയിൽ നിന്നും സ്നിഫർ ഡോഗ് ജൂലി ഓടിപ്പോയി നിന്നത് പോക്കലിനടുത്തുള്ള ചൂള വരെയാണ്. സ്പോട്ട് മാർക്ക് ചെയ്ത് ക്രോസ് ബാർ കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ.
എന്നാലും എന്തുകൊണ്ടാണ് അവിടെ അമ്മ ഇത്? ഇന്നലെ വൈകുന്നേരം വേണു ഫാക്ടറിയിൽ വന്നിരുന്നു സാർ. വേണു ഓക്കേടെ. എടേ എന്ത് തീപ്പട്ടി തന്റെ തപ്പുന്നതീ. നിങ്ങളെ അനിയനെ ഈ 10-11 മണി സമയത്ത് ആ ബാറിന്റെ അടുത്ത് നിൽക്കുന്നു ടോർച്ച് മേടിച്ചോണ്ട്. നീ ചീട്ടിറക്കണം, ഞാൻ കൊണ്ട് ചീട്ടിറക്കിയാണ്. നീ കളിക്കാൻ നോക്ക് ചുമ്മാ. അല്ലല്ലേ കാര്യമുണ്ടെന്ന്. നീ കളിക്കാൻ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? നീ ചീട്ടിറക്കാൻ കണ്ട്. ഇവിടെ ബോസ് നീയും കണ്ടില്ലേ അവന്റെ അനിയനെ? പിന്നെന്താ നീ മിണ്ടാരി, കുറെ നേരമായിട്ട് ഞാൻ പറയാ. വേണു ഇത് കുറേശ്ശെ കൂടി കളിച്ച് തീരാൻ കുറെ സമയം എടുക്കും. അവ 9 കളിയാ. അല്ല അവന്റെ വേഷം കണ്ട് ചോദിച്ചു പോയതായി. നീ എത്ര ദേഷ്യപ്പെടുന്നത്? എടാ അവൻ അവിടെ രാത്രി നിന്ന് വരുന്നവരെയും വിളിച്ചോണ്ട് ആ കടയുടെ ബാക്കിലോട്ട് പോകുന്നത് കണ്ടതേ. ഇവിടെ പറയുന്നത് തന്നെടാ ഞാൻ കണ്ട കാര്യമല്ലേ. കളയടേ കളയുന്നു. നീ എന്തിനൊക്കെ ഇവിടെ നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അയ്യേ അത് മോശമല്ലേ. അത് ചോദിക്കണ്ട. അനിയന്റെ റേറ്റ് എത്രടാ? എനിക്കൊന്ന് പൊക്കണവന. വേണു വേണു അവൻ ചത്തല്ല തോന്നുന്നത്. ഇവിടെ അവൻ പിന്നെ എന്തോ മൈരിലെ വർത്തമാനാ പറഞ്ഞേ. എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ ആരും അറിയാതെ നമുക്ക് ഈ ബോഡി മാറ്റാം. അതെങ്ങനെ? നമുക്കിവിടുത്തെ സെപ്റ്റി ടാങ്ക് തള്ളിയാലോ? അത് വേണ്ട. എന്ത് വന്നാലും അവന്റെ ബോഡി കിട്ടരുത്. പരസ്പരം ചതിക്കാതിരുന്നാൽ മതി.